ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 27 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ചിത്രത്തിൽ ഒ വൃത്തകേന്ദ്രവും എ ബി സി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. എന്നിട്ടൊരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ ത്രികോണം എ ബി സിയുടെ കോണുകൾ എന്തൊക്കെയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, വൃത്തകേന്ദ്രത്തിൻ്റെ ചുറ്റുഭാഗമുള്ള കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 നമുക്കറിയാം അല്ലേ. അവിടെ 3 കോണുകളാണുള്ളത്, 2 എണ്ണം തന്നിട്ടുണ്ട്. മൂന്നാമത്തത് എങ്ങനെ കണ്ടുപിടിക്കും? 360 അത് രണ്ടും കൂടെ കൂട്ടിക്കാണ്ടത് കുറക്കുക അല്ലേ. 360 അത് രണ്ടും കൂടെ കുറച്ചാൽ എന്ത് കിട്ടും? ആ മൂന്നാമത്തെ കോണ് കിട്ടും. അപ്പോൾ ആദ്യം അത് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോൺ ബി ഒ സി സമം 360 മൈനസ് ബ്രാക്കറ്റിൽ 120 പ്ലസ് 120 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എന്താ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 240 എന്ന് കിട്ടും. അപ്പോൾ 360 മൈനസ് 240, 360 240 കുറക്കുമ്പോൾ 120 കിട്ടും. അപ്പോൾ ആ കോൺ ബി ഒ സി എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ആ എ ഒ ബി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ത്രികോണം എടുക്കുക. അതിൽ ഒ എ സമം ഒ ബി ആണ് അല്ലേ. എന്താ കാരണം? അത് രണ്ടും വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. അപ്പോൾ അതെന്തായിരിക്കും? തുല്യമായിരിക്കും. പിന്നെ അതിലൊരു കോണ് തന്നിട്ടുണ്ട്. എത്രയാണ്? 120 ഡിഗ്രിയും തന്നിട്ടുണ്ട്. മറ്റ് രണ്ട് കോണുകളും അതായത് തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് രണ്ടും എത്രയായിരിക്കും? അത് രണ്ടും തുല്യമായിരിക്കും അല്ലേ. നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ 3 കോണുകളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അതിലൊരു കോണ് 120 ആണെങ്കിൽ മറ്റേത് രണ്ടും കൂടെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 180 120 കുറക്കുക. അപ്പോൾ എന്താവും? അതിലെ മറ്റ് 2 കോണുകൾ കൂടി കൂട്ടിയാൽ എത്രയാണോ അത് കിട്ടും. ഇനി അത് രണ്ടും തുല്യമായതുകൊണ്ട് തന്നെ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പകുതി കണ്ടാൽ മതി. അപ്പോൾ 2 കോണുകളും കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ എ ഒ ബി എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ പിന്നെ മറ്റ് 2 കോണുകൾ കൂടി കൂട്ടിയാൽ 180 120 കുറച്ചത്, അതായത് 60 ഡിഗ്രിന്ന് കിട്ടും. അപ്പോൾ കോൺ ഒ ബി എയും കോൺ ഒ എ ബിയും എത്രയായിരിക്കും? 60/2 ആയിരിക്കും. കാരണം അത് രണ്ടും തുല്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ 30 ഡിഗ്രിന്ന് കിട്ടും. അപ്പോൾ ആ 2 കോണുകളും 30 ഡിഗ്രി വീതമാണ് എന്ന് കിട്ടി. ഇനി നോക്കൂ, അതേപോലെ തന്നെയാണ് ത്രികോണം ബി ഒ സിയിലെ. ബി ഒ സിയിലും ഒ ബി എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്നതും തുല്യമാണ്, അത് സമമാണ്. എന്താ കാരണം? അത് രണ്ടും വൃത്തത്തിലെ ആരങ്ങളാണ്. ഇനി നോക്കൂ, കോൺ ബി ഒ സി എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് 120 ഡിഗ്രി ആണെങ്കിൽ മറ്റേത് രണ്ടും കൂടി എത്രയായിരിക്കും? 180 120 കുറച്ചത്, അതായത് 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ മറ്റേത് രണ്ടും കൂടി 60 ആണ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും തുല്യമാണ്. കാരണം എന്താ? തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഒ ബി എന്ന് പറഞ്ഞ വശവും ഒ സി എന്ന് പറഞ്ഞ വശവും തുല്യമായതുകൊണ്ട് തന്നെ ഒ ബിക്കെതിരെയുള്ള ഒ സി ബി എന്ന് പറഞ്ഞ കോണും പിന്നെ ഒ സിക്കെതിരെയുള്ള ഒ ബി സി എന്ന് പറഞ്ഞ കോണും തുല്യമായിരിക്കും അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? കോൺ ഒ ബി സി ഇസ് ഈക്വൽ ടു കോൺ ഒ സി ബി ഇസ് ഈക്വൽ ടു എത്രയാണ്? രണ്ടും കൂടി 60 ആണെങ്കിൽ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 60/2 കാണുക അല്ലെ. 60നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 30 എന്ന് കിട്ടും. അപ്പോൾ ഓരോ കോണും എത്ര വീതമാണ്? 30 ഡിഗ്രി വീതമാണ് എന്ന് കിട്ടി. ഞാൻ നോക്കുക, അതിലൊരു ചെറിയ ത്രികോണം കൂടിയില്ലേ. ഏതാണ്? എ ഒ സി എന്ന് പറഞ്ഞ ഒരു ചെറിയ ത്രികോണം കൂടിയുണ്ട് അല്ലേ. ആ എ ഒ സിയിൽ ഒ എയും ഒ സിയും തുല്യമാണ്. എന്താ കാരണം? അത് രണ്ടും വൃത്തത്തിലെ ആരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ 2 വശങ്ങൾക്കും എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ അതിലൊരു കോണ് തന്നിട്ടുണ്ട്. ഏതാണ്? ആ തുല്യമായ കോണുകളല്ല, മറ്റേ കോണാണ് തന്നിട്ടുള്ളത്. അത് 120 ഡിഗ്രിയാണ്. അതായത് കോൺ എ ഒ സി എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ 2 കോണും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180. 3 കൂടെ കൂട്ടിയാൽ 180 ആയതുകൊണ്ട് തന്നെ 180 120 കുറച്ചത്. അപ്പോൾ എത്ര കിട്ടുക? 60 എന്ന് കിട്ടും. അപ്പോൾ 2 കോണും കൂടെ 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കോൺ എത്രയായിരിക്കും? 60നെ 2 കൊണ്ട് ഹരിച്ചത് അല്ലേ, അതിൻ്റെ പകുതി. അപ്പോൾ കോൺ ഒ എ സി ഇസ് ഈക്വൽ ടു കോൺ ഒ സി എസ് ഈക്വൽ ടു 60/2 കാണാം. അപ്പോൾ എത്രയാണ്? 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആ 2 കോണുകളും 30 ഡിഗ്രി വീതമാണ് എന്ന് കിട്ടി. ഇപ്പോൾ നോക്കൂ, നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് ആ വലിയ ത്രികോണം, അതായത് എ ബി സി എന്ന് പറഞ്ഞ വലിയ ത്രികോണത്തിലെ കോൺ എയും കോൺ ബിയും കോൺ സിയും ആണ്. കോൺ എ എന്ന് പറഞ്ഞ ആ ഒരു വലിയ കോണിന് 2 ചെറിയ കോണുകളാക്കിയിട്ടുണ്ട്. അത് ഓരോന്നും എത്ര വീതമാണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എത്രയാണ്? 30 30. അപ്പോൾ കോൺ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കതിങ്ങനെ എഴുതാം: ത്രികോണം എ ബി സിയിൽ കോൺ എ ഇസ് ഈക്വൽ ടു ആ ചെറിയ 2 കോണുകൾ ഏതൊക്കെയാണ്? കോൺ ഒ എ ബി പ്ലസ് കോൺ ഒ എ സി അല്ലേ. കോൺ ഒ എ ബി 30 നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ കോൺ എ എ സി 30 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 30 + 30 അപ്പോൾ എന്താ കിട്ടുക? 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ കോൺ എ 60 ഡിഗ്രിയാണെന്ന് കിട്ടി. ഇനി നോക്കൂ, ആ ത്രികോണ എ ബി സിയിലെ കോൺ ബി കാണാൻ വേണ്ടിയിട്ട് ചെറിയ 2 കോണുകൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞതല്ലേ. ഏതൊക്കെയാണ്? കോൺ ഒ ബി എ എന്ന് പറഞ്ഞ കോണും കോൺ ഒ ബി സി എന്ന് പറഞ്ഞ കോണും. അത് രണ്ടും എത്രയാണ്? 30 ഡിഗ്രി വീതമാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കോൺ ബി എന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 30 കൂടിയും കൂട്ടുക. അപ്പോൾ 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ കോൺ ബിയും 60 ഡിഗ്രിയാണ് എന്ന് കിട്ടി. ഇനി കോൺ സിയോ
അതും എങ്ങനെ തന്നെയാണ് ആ ചെറിയ രണ്ട് കോണുകളും കൂടിയും കൂട്ടുക. ചെറിയ രണ്ട് കോണുകൾ ഏതൊക്കെയാണ്? കോൺ ഒ സി ബിയും കോൺ ഒ സി എയും. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 30 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു ത്രികോണം എ ബി സിയിൽ കോൺ എ എന്ന് പറഞ്ഞത് 60 ഡിഗ്രിയാണ്, അതുപോലെ കോൺ ബി എന്ന് പറയുന്നതും 60 ഡിഗ്രിയാണ്, കോൺ സിയും എത്ര തന്നെയാണ്? 60 ഡിഗ്രി തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.